എവരിവൺ, ഇന്ന് ഞങ്ങൾ കോഴിക്കോടാണ്. ഇന്ന് ഞങ്ങൾ കോഴിക്കോടുള്ള കാലിക്കറ്റ് ടവറിലേക്കാണ് പോകുന്നത്. ഇന്ന് കാലിക്കറ്റ് ടവറിൽ വെച്ച് കസാഖിസ്ഥാനിലെ MBBS സ്റ്റഡീസിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നടക്കുന്നുണ്ട്. ഇതാണ് ആ ക്ലാസ് നടക്കുന്ന ഹാള്. Share with you clear, transparent and detailed information about our academic program, about international accreditations, and also I want to share with you how our university fully complies. അബ്രോഡ് പഠിക്കുന്നവർക്ക് അവിടുത്തെ പഠനം കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾക്കറിയാലോ നെക്സ്റ്റ് എന്ന് പറയുന്ന എക്സാം ആണ്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ പോലെ ആയിരുന്നു ക്ലാസ് നടന്നിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ നിന്നും കസാഖിസ്ഥാനിലേക്ക് MBBS സ്റ്റഡീസിന് പോകുന്ന എല്ലാ സ്റ്റുഡൻസും ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് ഹെൽപ്ഫുള്ളും ആണ് ആ ക്ലാസ്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഏതായാലും കോഴിക്കോടൊക്കെ വന്നതല്ലേ, ഒന്ന് കറങ്ങിയിട്ടൊക്കെ നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നത് ബ്ലൂ ഡയമണ്ട് മാളിലേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാനായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡൊക്കെ വന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു ഫീൽ ഗുഡ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാളൊന്ന് ചുറ്റി കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ ഫ്ലോറും കണ്ടു കഴിഞ്ഞു. ഏറ്റവും ടോപ്പിലുള്ള ഫ്ലോറിലാണ് കേട്ടോ ഇത് നടക്കുന്നത്. ഇത് അണ്ടർ 15 ഏജിലുള്ള കുട്ടികൾക്കുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് നിന്ന് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ കുട്ടികളൊക്കെ അതായിട്ട് കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കസിൻസൊക്കെ വരുമ്പോൾ വീട്ടിൽ കളിക്കുന്ന അതേ ഗെയിംസാണ്, പക്ഷെ ഇവർ നല്ല സെറ്റപ്പായിട്ടാണ് കളിക്കുന്നതെന്നുള്ളൂ. അങ്ങനെ ബ്ലൂ ഡയമണ്ട് മാളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നേരെ പോയിട്ടുണ്ടായിരുന്നത് RP മാളിലായിരുന്നു കേട്ടോ. RP മാളിൽ KFCന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ കോഴിക്കോട് വന്നപ്പോൾ. അങ്ങനെ RP മാളൊക്കെ കണ്ടു. RP മാളിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഏറ്റവും ടോപ്പത്തെ ഫ്ലോറിൽ ഫുഡ് സ്പോട്ട് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു ബേക്കറിയിൽ നിന്ന് ലൈമും പരിപ്പ് വടയൊക്കെ കഴിച്ച് നേരെ ബസ് കയറി നാട്ടിലേക്ക് വിട്ടു. ദാറ്റ്സ് ഓൾ.